ഏത് മനുഷ്യൻ തൊള്ള കൂടിയാലും കൈയെടുത്ത് അത് മനുഷ്യന്റെ സ്വഭാവം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് വിജയത്ത് സംസാരിക്കും, വിജയത്താ എന്തിനാണ് അവൻ വിജയത്ത് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. വിജയത്തെ പലത്തിലൊന്ന് കണ്ണു കുറിച്ച് പുറത്തേക്ക് മുഖം നീക്കുന്നതാണെന്നോ ഇല്ലെങ്കിൽ നേരാണെന്നോ എങ്ങനെയാവുന്നു. ഇങ്ങനെ ആവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണെന്നറിയാം. വിജയന്റെ പിന്നിൽ പണ്ടത്തെ മെത്തേഡാണെങ്കിൽ പണ്ടത്തെ മെത്തേഡ് അത് നല്ല മെത്തേഡാണ്. അത് ചെയ്ത് കൊടുത്ത് സമയം കളയണമെന്നൊക്കെ മുമ്പ് ചെയ്യണമെന്നൊക്കെ ഏറെ കുറിച്ചിട്ടുണ്ടോ? ഇങ്ങനെ കുറിച്ചു നിർത്തും. ഇങ്ങനെ കുറിച്ച് നിർത്തിയിട്ട് ഏടാ ഈ രണ്ട് ഷോൾഡർ ബ്ലേഡ് അല്ലേ അതിന് ഞങ്ങൾക്ക് ശക്തി ഇരിക്കാൻ പറ്റില്ല. വിജയത്തെ വേറെ ഇന്നത്തെ ഒരു 5 ഡ്യൂട്ടി ഞാൻ പുറത്തേക്ക് എന്നിട്ട് നിർത്തില്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പോകുമ്പോൾ പണ്ട് ഇപ്പം പറഞ്ഞിട്ട് ചെയ്ത് സമയം കളയണ്ടാവാം. നേരെ അബ്ദോമിനൽ പ്രശ്നത്തിലേക്ക് പോയത് എങ്ങനെ ചെയ്യുന്നവരാ നമ്മളിവിടെ ബില്ല് പോയിക്കോ. വിജയയുടെ ബില്ല് പോയി എന്നിട്ട് ഈ കൈ ഇതാ ഇങ്ങനെ പിടിക്കാം. എവിടാന്നറിയാം വീട് എന്തെങ്കിലും പൊക്കില്ലേ വീട് നേരത്തെ എന്തുണ്ട് സ്റ്റാർബൽ നോട്ട്സ് ഉണ്ട്. ഇതാ അതിൻ്റെ ആയിട്ട് മറ്റേ പിടിക്കാം എന്നിട്ട് മറ്റേ കൈ പിടിപ്പിക്കും. ഓക്കെ എന്നിട്ട് ശക്തമായിട്ട് ഉള്ളോട്ട് അമർത്തോ. ഉള്ളോട്ട് അമർത്തിന് മുകളിൽ ഒരൊറ്റ പൊക്കൽ കൊടുക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്ത് പറയുന്നത് വെച്ചാൽ ഇതുപോലെ തൊറാസിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പണ്ട് മൈലിൽ പഠിച്ചിട്ടുണ്ട് ഒന്ന് ഔരസാശയം, ഇനി ഒരു ഉദ്ധരാശയം. ഈ ഉദ്ധരാശയത്തിന് ഔരസാശയത്തിന് ഇടയ്ക്കൊരു ഭിത്തിയും ആ ഭിത്തിക്ക് ഒരു ഡയഫ്രം എന്ന് പറയും. നമ്മളിങ്ങനെ അമർത്തിട്ട് ഈ ഭാഗത്ത് നേരെ ഒരു ശക്തിയിൽ അമർത്തി ഒരൊറ്റ കുത്തുമ്പോൾ അത് കുത്തുന്നത് ഈ ഡയഫ്രത്തിന് പഞ്ച് ഡയഫ്രത്തിന് പ്രശ്നം. ഡയഫ്രത്തിന് പ്രശ്നം കിട്ടുമ്പോൾ അത് ലങ്സിന് ബാധിക്കും. അപ്പൊ ലങ്സിന്റെ പുറത്തേക്ക് ആ വയപ്പിന് ഈ തുടങ്ങി സാധനം പുറത്തേക്ക് തരും. ഇതാണ് പ്രോസസ്. ഓക്കെ അപ്പൊ ആദ്യം ഒരു പ്രാവശ്യം അമർത്തി ശക്തിനോട് അമർത്തി മുകളിലിട്ട് കൊടുക്കും. ഒന്നും വരുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി ശക്തി കൂട്ടി അമർത്തിന് മുകളിലോട്ട് കൊടുക്കും. അതിലും ചിലപ്പോൾ പോകില്ല. അപ്പൊ കുറച്ചും കൂടി ശക്തി കൂട്ടി അമർത്തിന് മുകളിലോട്ട് കൊടുക്കും. അതിലും ചിലപ്പോൾ പോകില്ല. വീണ്ടും ശക്തി കൂട്ടി അമർത്തിന് മുകളിലോട്ട് അതതിന് പറയാൻ വരുന്നത്. ഇത് ഈ എന്റെ മുകളിലെല്ലാം കൂടിയത് പാർഷ്യൽ ബ്ലോക്കേ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ അത് സംസാരിക്കണം. തിരിച്ചും കൂടി സംസാരിക്കുന്നത് പഠിക്കാനില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് എടുത്താൽ മതി, ചത്തുമില്ല. ഇത് ഫുൾ ബ്ലോക്ക് ആയത് പരിപാടി പറഞ്ഞു. അത് മറക്കാണ്ട് എന്നോട് ചോദിക്കണം അവസാനം കേട്ടോ. ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ ഇത് ഫുൾ ബ്ലോക്ക് ആയത് സാധനം ബ്ലോക്ക് പോയി. ബ്ലോക്ക് പോയ പ്രശ്നമുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ കുഴഞ്ഞ് നിലത്ത് വീണാൽ എങ്ങനെ പുറത്തേക്ക് നമുക്ക് ചെയ്തോന്നും കൂടെ ഈ കുഴഞ്ഞ് നിലത്ത് വീണാൽ നമ്മൾ തോന്നും ആ ബ്ലോക്ക് ചത്തുപോയത്. അപ്പൊ എന്ത് ചെയ്യണം ചോദിച്ചോ. ഞാൻ കയറി ഇരിക്കുന്നു. ഇങ്ങനെ ഇരിക്കും. എന്റെ കാലം നെത്തലുണ്ട്. നെത്തിങ്ങനെ മുടക്കം ഇങ്ങനെ ഇരിക്കോ. എഴുന്നിട്ട് ഇതാ ഇതണ്ട ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടെ നമ്മൾ നേരത്തെ സ്റ്റാർമൻ ഇവിടെ അതിൻ്റെ നടുവിൽ ഇങ്ങനെ ശക്തമായിട്ട് അമർത്തം കൂടെ ഒറ്റ തള്ളു. എന്താ വേഗം പറ്റിക്കോ. ഓക്കെ ഞാൻ തലയിൽ ശരിക്കും വിളിക്കോ. കിട വായി തുറന്നു പോകാം. ഇല്ല ഒന്നും പറ്റില്ല. വീണ്ടും ഒരു പ്രാവശ്യം വിളിക്കുക. ഇവിടെ ഇങ്ങനെ ഇട വരിക. വായി തുറന്നു പോകാം. ഇല്ല ഒന്നും വന്നില്ല. വീണ്ടും കൂടെ കഴിക്കുക. ഇവിടെ വന്ന് നോക്കാം. ആ താങ്കൾ വന്നു സാധനം വന്നിട്ട് ഈ കഴിക്കാനോട് ഇരിക്കും. ഇതെത്തോണ്ട് എടുത്ത് കൊടുക്കുന്നു. സാധനം പുറത്തേക്ക്. ഓക്കെ ഉടനെ പൾസ് നോക്കാം. പൾസില്ല. എന്ത് ചെയ്യണം? CPR. ഉടനെ CPR ചെയ്ത് അയാൾ നനച്ചുപോയ ഹൃദയത്തിന് നനച്ചുപോയ ശ്വാസോച്ഛ്വാസത്തിൽ പുറത്തണം. തിരിച്ചു കൊടുക്കണം. ഓക്കെ ഇതാണ് കുഴഞ്ഞ് ഗുണം ചെയ്യേണ്ട കാര്യം. നല്ലൊരു